ഞാൻ ശ്രീകുമാർ വെൺപാലക്കര. ഞങ്ങൾ കൊല്ലം ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന ഒരു ചിത്രകല കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് നമ്മുടെ കൊല്ലം പഴമയിലേക്കൊരു വരയാത്ര എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ലൈവ് പെയിൻറ്റിംഗ് ആണ് ഈ പുനലൂർ തൂക്കുപാലത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലുള്ള പുരാതന ചരിത്ര പ്രാധാന്യമായ സ്ഥലങ്ങൾ, അത് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും അല്ലാതെയുള്ള സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പഴയകാല അറ്റ്മോസ്ഫിയർ വരത്തക്ക രീതിയിൽ ചിത്രങ്ങളിലൂടെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ 11 ചിത്രകാരന്മാരാണ്. ഈ 11 ചിത്രകാരന്മാരും ഓരോ സ്ഥലം പെയിന്റ് ചെയ്തിട്ട് ഈ ചിത്രങ്ങൾ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി കൊല്ലത്ത് ഏതെങ്കിലും ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടത്തുകയും തുടർന്ന് ഇത് സ്കൂളുകളിലേക്കൊക്കെ ഈ പ്രദർശനത്തിൻ്റെ ചിത്രങ്ങൾ കണ്ട് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി സ്കൂളുകളിലേക്കും മറ്റും കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കത്തക്ക രീതിയിൽ ഈ പ്രദർശനം ഞങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഈ ചിത്രകാരന്മാർ തന്നെ സ്വന്തം ചെലവിൽ ആണ് ഈ ചിത്രങ്ങൾ ക്യാൻവാസ് ഉൾപ്പെടെ വാങ്ങി പ്രദർശനം ഉൾപ്പെടെ കണ്ടക്ട് ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതും അതിന് സന്മനസ്സുള്ള 11 ചിത്രകാരന്മാരാണ് ഞങ്ങളോട് കൂടിയിരിക്കുന്നത്. ഈ ഇതിലിപ്പം 11 പേരും 11 മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ KSRTCയിലായിരുന്നു, റിട്ടയർഡായി. എൻ്റെ കൂടെ നിൽക്കുന്ന ആന്റണി മുഖത്തല, പുള്ളി ചെന്നൈയിൽ ITC കമ്പനിയിലായിരുന്നു, റിട്ടയർഡായി. പിന്നെ സജു പ്രഭാർ ഇന്ത്യയിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒന്ന് നസീം കൊല്ലം. ഞങ്ങൾ 4 പേരാണ് ഇതിൻ്റെ കോർഡിനേറ്റർമാർ. അയാൾ ബിവറ്റ് എന്നും പറഞ്ഞൊരു ഭിന്നശേഷി കുട്ടികളുടെ ട്രെയിനിങ് ചെയ്യുന്ന അവിടുത്തെ ജീവനക്കാരനാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന അനുപം ജോസ്, പുള്ളി KSRTC ആണ്. രാജേഷ് ശർമ്മ, പുള്ളി KSRTC ആണ്. സൂരജ് പത്മനാഭൻ, പുള്ളി പിന്നെ ടൈറ്റാനിയത്തിലാണ്. പിന്നെ ലെനിൻ ബാല, പുള്ളി ഇന്ത്യയിലെ ഡെക്കറേഷനും പെയിന്റിങ്ങും എല്ലാം മെയിൻ പെയിന്ററായിട്ട് തന്നെ ആർട്ടിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അശ്വതി, അവർ ഡാൻസറാണ്. മുകേഷ് എന്ന സാറിൻ്റെ സഹോദരിയുടെ പിന്നെ മോൻ്റെ ഭാര്യയാണ് അശ്വതി. പിന്നെ മോളി മാർത്താണ്, പുള്ളി ടീച്ചിങ് കാര്യങ്ങളായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ശ്രീനാഥ് കൊല്ലം, പുള്ളി പിന്നെ ചെങ്ങന്നൂർ ഒരു കോളേജിൽ അധ്യാപകനാണ്. പിന്നെ ഇതിലുള്ള ദേവദാസ് ഇന്ത്യയിൽ ഡെക്കറേഷൻ വർക്ക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പല മേഖലകളിൽ നിൽക്കുന്നവരെല്ലാം കൂടെ വൈദികനുണ്ട്, പുള്ളി അച്ഛനാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പല മേഖലകളിൽ നിൽക്കുന്നവരാണെങ്കിലും ഇതിനു വേണ്ടി സന്മനസ്സോടെ ഒത്തുകൂടി ഇതൊരു നല്ല ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കി തന്നെ ഇറങ്ങിയതാണ്. ഞങ്ങൾ അർബൻ സ്കെച്ചസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അത് വേൾഡ് സംഘടനയാണ്. അതിൻ്റെ കൊല്ലത്തെ ചാപ്റ്റർ അതിനകത്ത് ഞങ്ങൾ പിന്നെ അതിനുവേണ്ടി സംഘടിച്ചവരാണ് ഞങ്ങൾ ഈ ചിത്രകാരന്മാർ. അതെന്ന് പറയുന്നത് നമുക്ക് ലൈവ് സ്കെച്ചുകൾ മാത്രമേ പറ്റൂ. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും അതിൽ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ ഇങ്ങനെ കൂട്ടായ ചർച്ചകളിൽ ഇങ്ങനൊരു പിന്നെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി ക്രിയേറ്റീവ് ക്യാൻവാസ് രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായി മന്ത്ലി ഓരോ ക്യാമ്പുകൾ നമ്മൾ ഓപ്പൺ എയറിൽ വെക്കുകയും അങ്ങനെ തുടർന്ന് ചർച്ച ചെയ്ത് പിന്നെ ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു എന്തെങ്കിലും വേണമെന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. അല്ല, പ്രതികരണത്തിൽ എത്തേണ്ട സാഹചര്യം ഞങ്ങൾക്കായില്ല. ആൾറെഡി നമ്മളിപ്പോൾ തന്നെ ഇത് ഈ പുനലൂർ ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും. പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആർക്കിയോളജി ചരിത്രകാരന്മാർ ഞങ്ങൾ ഓരോരുത്തരെയും സമീപിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജെനുവിനിറ്റി ഞങ്ങൾക്ക് നിർബന്ധമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനല്ല എന്നൊരാൾ പറയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഴത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായാലും എല്ലാം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷകരമാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരുപാട് പേര് കാണുന്നത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഈ തൂക്കുപാലം ഓരോ ചിത്രകാരന്മാർ അവരുടെ ഭാവനയ്ക്ക് കളറിനനുസരിച്ചാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു വ്യത്യസ്തത ഈ ഓരോരുത്തരും കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളും വന്ന് ചിത്രത്തെ ആസ്വദിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ചിത്രങ്ങളെയാണ് ഓരോരുത്തരും ആസ്വദിക്കുന്നത്. അവരവരുടെ മനസ്സിന്റെ ഇഷ്ടപ്പെട്ട കളറും രീതികളും കണ്ട് ആസ്വദിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഓരോ ചിത്രകാരന്മാരുടെയും ചിത്രങ്ങൾ ഓരോരുത്തരും വന്ന് ആസ്വദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല കണ്ടു പോവല്ല മാത്രമല്ല, ഒരാൾ വരയ്ക്കുന്ന ചിത്രം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ വേറെ അടുത്ത ആൾ വരയ്ക്കുന്ന ചിത്രം അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പം എല്ലാ ചിത്രങ്ങൾക്കും ആരാധകർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ പ്രദേശവാസികളിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം.
ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഈ പഴമ വരുത്തുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ പല പല കളറുകൾ ചെയ്തു നോക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങളൊരു കളർ പാറ്റേൺ ഉണ്ടായി വരും. അതിനെ തുടർന്നാണ് കറക്റ്റ് ചിത്രം വരയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പരീക്ഷണം കൂടാണ് ഇതിനകത്ത് നമ്മൾ അനുവർത്തിക്കുന്നത്. കുട്ടികളുണ്ട്, ഞങ്ങളുടെ കൂടെ കുട്ടികൾ ഒരുപാടുണ്ട്. ഞങ്ങൾ വളരുന്നതിന്റെ കൂടെ ഞങ്ങളുടെ അടുത്ത തലമുറയും കൂടെ ഞങ്ങൾ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഞങ്ങൾക്കുണ്ട്.